സോ ഗൂഗിൾ ഷീറ്റ് എന്താണ് ഗൂഗിൾ ഷീറ്റ്? ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത്. നമ്മൾ ഇതിൽ ഇനി ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ബേസിക്സ് പറഞ്ഞു തരുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം എങ്ങനെ ഈ ഒരു ഗൂഗിൾ ഷീറ്റ്, ഈ ഒരു പുതിയൊരു ഷീറ്റ് തുറന്നു വരുന്ന ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഇൻ്റർഫേസ്, ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. അതായത് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് തുറക്കാം എന്നുള്ളത്. അതിന് ഒന്ന് കൂടുതൽ വഴികളുണ്ട്, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് ഫസ്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രൗസറിൽ കയറി, ഇപ്പോൾ ഞാനിവിടെ ക്രോമിലാണ് കയറിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവണം, നമ്മൾ അക്കൗണ്ടായിട്ട് ഈ ബ്രൗസറിൽ. എന്നിട്ട് ഇവിടെ ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ താഴെയായിട്ട് ഷീറ്റ്സ് ഉണ്ടാവും. ഈ ഷീറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഷീറ്റ്സിൻ്റെ ഹോം പേജിൽ പോകും. ഇവിടുന്ന് നമുക്ക് ടെംപ്ലേറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്പ്രെഡ്ഷീറ്റിലേക്ക് എത്തുന്നു. ഇത് ഒരു വഴി. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സെയിം പരിപാടി. ഇതിൽ പകരം നമ്മൾ ഷീറ്റ് പോകുന്നതിന് പകരം നമ്മൾ ഡ്രൈവ് എടുക്കുന്നു. ഒരു ഡ്രൈവ് കാണുന്നുണ്ടാവും. ഈ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ഡ്രൈവിലേക്ക് കയറുന്നു. ഡ്രൈവിലേക്ക് കയറിയ ശേഷം നമ്മളിവിടെ ന്യൂ സെലക്ട് ചെയ്ത് നമ്മൾ പുതുതായിട്ടൊരു ഗൂഗിൾ ഷീറ്റ്, ഇതവിടെ ഗൂഗിൾ ഷീറ്റ് എന്ന് കാണും. ഇതിൽ നമുക്ക് ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ്. ഇത് തന്നെ നമ്മൾ ഡ്രൈവിൽ കയറിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഫ്രം എ ടെംപ്ലേറ്റ്. നമ്മൾ ബ്ലാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതാ നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്തു. അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ സെർച്ച് ബാറിൽ sheets.google.com അതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇൻ്റർഫേസിലെത്തി. ഇവിടുന്ന് നമുക്ക് ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് കൊടുത്തു, നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാം. ഒരു വഴി കൂടെ ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് അധികം സെലക്ട് ചെയ്ത് പോകാനൊന്നും സമയമില്ല. നമുക്ക് ബ്രൗസർ കയറി പെട്ടെന്ന് തന്നെ നമുക്ക് ഷീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ sheets.new എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പുതിയൊരു ഷീറ്റിലേക്ക് പെട്ടെന്ന് കയറാം. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്കൊന്നും കയറാൻ പറ്റില്ല. പുതിയതായിട്ടുള്ള ഷീറ്റ് കയറാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് sheets.new എന്ന് സെർച്ച് ബാറിൽ കൊടുത്താൽ മതി, ഡയറക്റ്റ് കയറും. ഇതിനൊക്കെ നമ്മൾ ഓൾറെഡി ബ്രൗസറിൽ നമ്മളെ അക്കൗണ്ടുമായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ആദ്യം ഇപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഷീറ്റിന് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അതായത് ഷീറ്റിന് നമുക്കൊരു പേര് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ബാക്ക് സ്പേസ് അടിക്കുന്നു. നമ്മളിപ്പോൾ ഷീറ്റ് എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുന്നു, എൻ്റർ അമർത്തി. അപ്പോൾ നമുക്ക് ഷീറ്റ് നെയിമായി. ഈ സ്റ്റാർ ബട്ടൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഷീറ്റ് സേവ് ആവുന്നത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാവും. അപ്പോൾ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷീറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് സ്റ്റാർഡ് ആയിട്ട് നമുക്ക് ഡ്രൈവിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ കാണുന്നത് നമുക്കിവിടെ കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്. അതായത് ഈ ABCD എന്ന് പറഞ്ഞ് ഈ കാണുന്നതൊക്കെ കോളംസ് ആണ്. അതായത് ഇവിടുന്ന് എയുടെ താഴെ വരുന്നതൊക്കെ A കോളത്തിൽ വരും, ബിയുടെ താഴെ വരുന്നതൊക്കെ B കോളത്തിൽ. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ റോസ് ആണ്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കാണുന്നതൊക്കെ റോസ്. ഇതിപ്പോൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം 3rd റോ ആയിട്ട് വരും. ഇനി ഇതിന് ഉള്ളിൽ വരുന്ന ഈ കാര്യങ്ങൾ, ഇത്രയും ഭാഗം ഓരോരോ കള്ളികളായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഓരോ സെൽസാണ്. ഈ സെല്ലിനൊക്കെ ഓരോ നെയിം ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെലക്ട് ചെയ്തു, ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ C കോളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ C പിന്നെ ഏത് റോയിലാണെന്ന് നോക്കി 4th റോ ആണ്. അപ്പോൾ C4 ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അതിവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. C4 എന്ന് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഏത് സെലക്ട് ചെയ്യുന്നോ അതിൻ്റെ അഡ്രസ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് അഡ്രസ്സ്. ഇപ്പം നമുക്ക് ഈ സെല്ലുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അതിൽ വന്നിട്ടുണ്ടാവും. അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിലീറ്റ് എടുത്താൽ നമുക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു ഓപ്ഷൻ സൂം ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ, ഇത്രയും ഭാഗം വർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഇതിന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു 150 കൊടുത്തു. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് സൂമായി വന്നു. അത് വേണമെങ്കിൽ നമുക്ക് കുറക്കുകയും ചെയ്യാം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ വർക്ക് ഏരിയ അല്ല, നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഇത് മൊത്തം നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടാവും കീബോർഡിൽ. അതിൽ പ്ലസ് നിൽക്കുന്നതോറും നമുക്ക് സൂം ഇന്നായിട്ട് വരും, മൈനസ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്.
ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടാബ്സ് നോക്കാം. അതായത് ഇപ്പോൾ ഇത്രയും ചെയ്യുന്നത് ഈ ഒരു വർക്ക് ഷീറ്റ്, അതായത് ഈ ഒരു ഷീറ്റിലാണ് നമ്മളിപ്പോൾ ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റിലാണ് നമ്മളിവിടെ ഇവിടെ ഇപ്പോൾ എന്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിലും അത് വരുന്നതൊക്കെ ഈ ഷീറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റിനെ വേണമെങ്കിൽ റീനെയിം ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം മാറ്റി കൊടുക്കാം. അതല്ല വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ റീനെയിം ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ബാക്കി കുറച്ച് ഓപ്ഷൻസും കൂടി കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ഷീറ്റും കൂടെ ആഡ് ചെയ്യണം. നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് വിട്ടു, നമുക്ക് വേറൊരു സംഭവം ആഡ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഒരു മാസത്തെ കാര്യങ്ങൾ ഈ ഒരു ഷീറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് പുതിയ ടാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കണ്ടിട്ടുണ്ടാവും, ഇതിൽ നിൽക്കിയാൽ മതി. അത് നിൽക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഷീറ്റ് വന്നു. ഇതുപോലെ നമുക്ക് റീനെയിം ചെയ്യാം. അതായത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ അമർത്തി പിടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. ഇനി സപ്പോസ് നമുക്കിപ്പോൾ എങ്ങനെ പറയാം, ഇത് നമ്മളിങ്ങനെ ഷീറ്റുകളുടെ എണ്ണം കൂടി വന്നു. നമുക്കിപ്പോൾ ഒരു വലിയൊരു സ്പ്രെഡ് ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലിപ്പോൾ ഇവിടെ ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഇതിന് പകരം നമ്മൾ 3, 4, 5 അങ്ങനെ ഒരു 10, 15 എണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു പോയിട്ടുണ്ടാവും, ഈ ഒരു തല വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 3 ലൈൻസ് ഉണ്ടല്ലോ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷീറ്റാണെങ്കിൽ ആ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ടാബ് നമുക്ക് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നൊക്കെ കഴിഞ്ഞാൽ ഒരു ചോദിക്കും ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ ഓക്കെ കൊടുത്തു, ആ ഷീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് റഫായിട്ട് കുറച്ച് വാല്യൂസ് എഴുതി. ഞാനിപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ എക്സ്പെൻസ് ലെവലിൽ എഴുതുകയാണെന്ന് വിചാരിക്കുക. മന്ത്ലി എക്സ്പെൻസ് ഞാൻ ജസ്റ്റ് ഒരു 2-3 പോയിന്റ്സ് എഴുതാണ്. ഫുഡ്, ഒരു ലോൺ, എന്താ പറയുക, ഞാൻ ജസ്റ്റ് 2-3 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു മന്ത്ലി വാല്യൂ എന്തെങ്കിലുമൊക്കെ ഇട്ടൊരു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇത് കുറച്ച് കാണുന്നത്, അതായത് മുട്ടിങ് കൊണ്ടാണ്. അതായത് നമുക്ക് ട്രാവൽ എക്സ്പെൻസ് കംപ്ലീറ്റ് വന്നിട്ടില്ല. നമുക്ക് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് 2 സെൽസിൻ്റെ ഇടയിൽ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരും, ഒരു ലൈൻ വരുന്നുണ്ട്. ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ഓരോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത്, ഇതിൽ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കൊണ്ടുവരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കതിന് എത്രയാണോ വേണ്ടത്, മിനിമം വേണ്ടത്, ആ രീതിയിൽ വന്നിട്ടുണ്ടാവും. ഈ സെയിം സംഭവം നമുക്ക് റോസിനും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു എറർ ചെയ്തു നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അൺഡു ചെയ്യാൻ പറ്റും. അതിനിവിടെ ഓപ്ഷൻ ഉണ്ട്, ഒരു ബട്ടൺ എന്നുള്ള രീതിയിൽ. അതല്ല എന്നുണ്ടെങ്കിൽ CTRL-C അടിച്ചാൽ മതി, അപ്പോഴും പോകും. സാധാരണ ഇതിൽ ഇപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അതിന് നമുക്കിതിൻ്റെ സമ്മ് കണ്ടിട്ട് എഴുതി വെക്കാനൊക്കെ പറ്റും. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഫംഗ്ഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. ഇപ്പോൾ ഞാനിതിൽ ഫോർമാറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ഒരു വാല്യൂസ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് B കോളത്തിൽ. ഇത് സപ്പോസ് ഇതിപ്പോൾ എൻ്റെ ഒരു ജനുവരി മാസത്തിലാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കിതിന് മുകളിൽ കൊടുക്കണം ജനുവരി, അതുപോലെ അടുത്ത കോളത്തിൽ ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്സ് കൊടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഓൾറെഡി ടോപ്പിലുള്ള റോലാണ് ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് റോൾ തന്നെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഒരു റോ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ 1ൻ്റെ അവിടെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1 റോ എബോവ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അത് നമുക്ക് താഴെയും മുകളിലും ചോദിക്കാം. ഇപ്പം നമുക്ക് മുകളിലാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് 1 റോ എബോവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു പുതിയ റോ വന്നു, നമ്മളിവിടെ ജനുവരി കൊടുത്തു. ഇവിടെ ഈ ജനുവരി എന്നുള്ള സെല്ലിന് അടുത്ത് ഇവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട്. ഈ ഡോട്ടിൽ നമ്മൾ കഴ്സർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് വരും. ഇതിൽ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വന്നിട്ട്. അതായത് നമുക്ക് നമ്മൾ മാസങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ ദിവസങ്ങളാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നമ്പേഴ്സ് വരും. ഇത് ഗൂഗിൾ ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ സെയിം സംഭവം നമുക്ക് ഇപ്പോൾ റോസ് ആയിട്ടല്ല, നമുക്ക് കോളായിട്ടും വേണമെങ്കിൽ താഴേക്കാക്കി കഴിഞ്ഞാൽ ഇത് വരുന്നതാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ദിവസങ്ങൾ കൊടുക്കാം. ദിവസങ്ങൾ ഇതാ വരുന്നു, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിലിപ്പോൾ ലോണ് 3000 കാണുന്നുണ്ട്. ഈ ലോണൊക്കെ ഒരു പക്ഷേ നമുക്ക് എല്ലാ മാസം ഈക്വൽ ആയിരിക്കും, അതായത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കും കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നീട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഏപ്രിൽ വരെ കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണോ ആ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് നീട്ടി കിട്ടാൻ മതി. അതായത് നമുക്കൊന്നിച്ച് ഒരു ടേബിൾ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ റെൻറ്റ് ഇതുപോലെ നമ്മൾ ഡ്രാഗ് ചെയ്തു എടുത്തു. അപ്പോൾ ഈക്വൽ എമൗണ്ട് തന്നെ ഇങ്ങോട്ട് കയറി വന്നു. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു അസംഷൻ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ 500 എന്നുള്ളത് ട്രാവൽ എക്സ്പെൻസ്, അത് നമുക്ക് ഓരോ മാസം കൂടുന്തോറും ഒരു 50 വെച്ചിട്ട് കൂടുകയാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇത് ഇവിടെ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും 500 എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയല്ല, അത് നമുക്ക് തെറ്റാണ്. നമുക്ക് ഓരോന്നിലും ഇൻക്രിമെൻ്റ് ആയിട്ട് വരണം. അതിനൊരു സിമ്പിൾ വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 50 വെച്ചിട്ടാണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ 550, എന്നിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഓരോ സെല്ല് വരുന്തോറും, അതായത് ഓരോ കോളത്തിലേക്ക് വരുന്തോറും 50 വെച്ചിട്ട് കൂടി വരും. ഇനിയിപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു രസം കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു കള്ളിക്കകത്തായിട്ടൊക്കെ വെക്കാം. അപ്പോൾ ഇത് നമുക്കൊരു എങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ കള്ളിക്കകത്താക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ബോർഡേഴ്സിൽ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഏത് കളറിലുള്ള ബോർഡർ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ താഴെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര തിക്നെസ് വേണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും, ബോർഡറിൻ്റെ തിക്നെസ്. ഞാനിപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള തന്നെ സെലക്ട് ചെയ്തു. ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് താഴെ വരുന്നതുണ്ട്, സൈഡിൽ വരുന്നതുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാത്തിലും എല്ലാ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ടുള്ളൊരു ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിതിനിപ്പോൾ ടോപ്പിലുള്ള ഇത്രയും ഭാഗത്തിന് നമുക്കൊന്ന് കളർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ടോപ്പിലെ ഹെഡിങ് ആണല്ലോ, നമുക്കൊരു കളർ കൊടുക്കണം, ആ സെല്ലിന് കളർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫില്ല് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തു. അതെ, കളർ അതിനനുസരിച്ച് വന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു മെട്രിക്സിനും നമ്മൾ ജസ്റ്റ് ഒരു ഫോർമാറ്റിംഗ് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കളർ കൊടുത്തു കളർ വന്നു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ഓഫീസ് സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്ന പോലത്തെ ബേസിക് ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് ഫോണ്ട് മാറ്റുന്നതും ഫോണ്ടിൻ്റെ സൈസ് മാറ്റുന്നത്, ബോൾഡ്, ഇറ്റാലിക്, ഫോണ്ടിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊരു ബ്ലൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ആയിട്ട് വരും. അതുപോലെ നമുക്ക് ബോൾഡ് ആക്കി കിട്ടും. ഇത്തരം കാര്യങ്ങൾ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു, നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബട്ടണിലേക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഒരു വലിയൊരു സംഖ്യ ഉണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു ഈ സെല്ലിന് ഓവറായിട്ട് ഇത് കടന്നു പോയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഇതിപ്പോൾ നമുക്കിതിൽ ഒരൊറ്റ സെല്ലിനകത്ത് തന്നെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കിത് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് തന്നെ എത്രയാണോ സ്ഥലമുള്ളത് അതിൻ്റെ അകത്ത് തന്നെ ആയിട്ട് ഇത് വരും. അതിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ പുറത്ത് പോയത് കാണാതിരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ളിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഏത് സെല്ലിൽ എന്ത് കൊടുക്കുന്നോ അത് ഇവിടെ സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതെന്താണോ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഫോർമുലാസൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ ഇതിൽ ഫോർമുലാസൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ്. നമുക്ക് ടെക്സ്റ്റൊക്കെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള 2-3 ഓപ്ഷനും കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് സെല്ലിൽ നമ്മളിപ്പോൾ ഒരു കൊടുത്തിട്ടുള്ള കണ്ടന്റ് ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളതിനനുസരിച്ചിട്ടുള്ളതാണ്. അത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ടോളണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഈ ഒരു 4th കോളം കയറ്റിയിട്ട് ഇപ്പോൾ ഈ ഒരു സെല്ലിന് താഴെയായിട്ടാണ് ഈ ലോൺ എന്നുള്ളത് കാണുന്നത്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എടുത്തു. ഇതിപ്പോൾ ഞാൻ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സെല്ലിന് ടോപ്പിലാണ്. അതങ്ങനെ ഞാൻ മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ മിഡിലാണ്. ഇപ്പോൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നോ ഇതൊക്കെ നമുക്കിപ്പോൾ ഇത്രയും കോളത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളത്തിൽ പിടിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കോളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫോർമാറ്റിംഗ് ഓപ്ഷനാണോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും കോളത്തിന് വരും. അതുപോലെ സെയിം നമുക്ക് കോളത്തിനും റോസിനും ഈ സാധനം പറയാൻ പറ്റും. അതിപ്പോൾ നമുക്ക് മൊത്തം ഷീറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. മൊത്തം ഷീറ്റ് സെലക്ട് ആയി നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഒരു കാര്യം ഉണ്ടെന്നാൽ ഞാൻ നേരത്തെ റീസൈസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇതിൽ കുറച്ച് സൈസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഈ കോളംസ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാനൊന്ന് ചെറുതാക്കി. പക്ഷേ ഇങ്ങനെ ചെറുതാക്കുമ്പോൾ
പലതും പല ഒരു കറക്റ്റ് ഓർഡറിലൊന്നല്ല, ഞാൻ ഏകദേശ രൂപം വെച്ചിട്ട് കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ വരുന്നത്. ഇതല്ലാണ്ട് നമുക്കിതിപ്പോൾ എല്ലാതും ഒരേ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് എല്ലാതും സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കോളം എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജനുവരി കോളമാണ് ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കോളംസും അതേ അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. ഇതന്നെ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഇപ്പോൾ എത്ര കോളാണോ നമുക്ക് വേണ്ടത്, ആ വേണ്ട കോളംസ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റീസൈസ് കോളം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എത്രയാണോ വേണ്ടത്, ഞാനിപ്പോൾ 50 കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ 50-നനുസരിച്ചുള്ളത് ഇവിടെ വന്നു. എനിക്കിപ്പോൾ ഇവിടെ ലെഫ്റ്റിലൊരു കോളം ആഡ് ചെയ്യണം വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാണ് ഒരു കോളം ലെഫ്റ്റിൽ. അതുപോലെ തന്നെ ഞാൻ മുകളിലും ഒരു റോ വേണമെന്ന് വെച്ചു, മുകളിലും. ഇപ്പോൾ ചെയ്തപ്പോൾ കണ്ടു നമ്മൾ ആ ഫോർമാറ്റിംഗ് ചെയ്തത് ഇതിലേക്ക് പുതിയ ഇൻസേർട്ട് ചെയ്ത റോയിലും കോളത്തിലും വരുന്നുണ്ട്. സോ ഇങ്ങനെ വരുന്നത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഫോർമാറ്റ് ഉണ്ടാവും. ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ഫോർമാറ്റിംഗ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ റോയും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഫോർമാറ്റ്. പക്ഷേ ഇതിന് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇത് ഏത് ഫോർമാറ്റാണെന്ന് നോക്കുക. അതായത് ഇതിപ്പോൾ നമ്മൾ ഫില്ല് കൊടുത്തതാണ്, കളർ ഒരു ഗ്രീൻ കളറിൽ ഫില്ല് കൊടുത്തു. അപ്പോൾ നമുക്കത് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഫിൽ കളറിൽ പോയിട്ട് അത് റീസെറ്റ് കൊടുത്താലും സെയിം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളത് ഫോർമാറ്റിൽ വന്നിട്ട് ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളും ഇൻ്റർഫേസ് ഒന്ന് പഠിക്കലും അതിനൊപ്പം തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിങ്ങും കാര്യങ്ങളും പറഞ്ഞു. ബാക്കി കാൽക്കുലേഷൻസും ഫങ്ഷൻസും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും.